പിന്നെ ഒരാള് അങ്ങനെയുണ്ട്, ചില സാധനങ്ങൾ, ഈ പഴയ ചില ഉപകരണങ്ങൾ അതൊരു മൂലയെ കൊണ്ടുപോയി വെക്കും, പറ്റൂലാന്ന് തോന്നിയാൽ മൂലയെ കൊണ്ടുപോയി. പിന്നെ കുറെ ദിവസം കഴിഞ്ഞിട്ട് പുതിയ സാധനങ്ങൾ കൊണ്ടൊന്നും കാര്യം നടക്കുന്നില്ല എന്ന് തോന്നിയാൽ പിന്നെ പഴയ തന്നെ കൊണ്ടുവന്ന് എടുത്തു. അങ്ങനെ ഇപ്പൊ നോക്കുമ്പോൾ ഒരു പഴയ സാധനം കൊണ്ടുവന്നിരിക്കുന്ന സ്റ്റേജ് മേലെ കുറെ കാലമായിട്ട് മൂലയിൽ വെച്ചൊരു സാധനം കോഴിക്കോട്ട് സ്റ്റേജ് മേലെ പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കും. അത് സുബ്ഹാനല്ലാഹ്, അത് വലിയ അപകടം പിടിച്ച സാധനം. നിങ്ങൾക്ക് തന്നെ അറിയുന്ന കാര്യമല്ലേ? നിങ്ങൾ തന്നെ അയാൾക്കെതിരെ ആദ്യവും അവസാനവും നടപടി സ്വീകരിച്ചല്ലേ? ആദ്യം സ്വീകരിച്ചത് ഈ മുസ്ലിയാർക്കുള്ള കാലം, പിന്നെ സ്വീകരിച്ചത് അതിന്റെ ശേഷം ഈ കാലം. അങ്ങനെ പലപ്പോഴും നടപടി സ്വീകരിച്ച ഒരു പഴയ ഒരു പൈസയെ കൊണ്ടുവന്നിട്ട് സ്റ്റേറ്റ്മെന്റ് കയറ്റിയിരിക്കുന്നു. ഒരു കാര്യമുണ്ട്, ഈ പഴയ ഇരുമ്പുകൊണ്ട് പണിയെടുത്താൽ പോയിസൺ ഉണ്ടാകുന്നത് ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കാതിരുന്നാൽ പിന്നെ തട്ടിയിട്ട് പോയിസൺ ഉണ്ടായിട്ട് പിന്നെ അത് ചികിത്സിച്ചിട്ട് മാറുന്നില്ലാത്ത കാര്യമാണ്. അങ്ങനത്തെ ചിലതൊക്കെ കോഴിക്കോട്ടെ സ്റ്റേജിൽ സംഭവിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ ഞാൻ വിശദമായി കണ്ടതില്ല. ഞാൻ ഒന്ന് രണ്ട് സംഗതി മാത്രം പറയാം. ഞങ്ങൾ നിങ്ങളോട് നേരത്തെ പറഞ്ഞതെന്താ, നിങ്ങൾ വഴി ചവിട്ടിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ മുജാഹിദിന്റെ വഴിയിലേക്കാണ്. മുജാഹിദാണ് ഇവിടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആധാറുകൾ, തിരുശേഷിപ്പുകൾ അതിൽ ലോകം മുഴുക്കെ പലതരത്തിൽ സൂക്ഷിക്കപ്പെടുന്നുണ്ട്. ലോകം മുഴുക്കെ അതുകൊണ്ട് ബറക്കത്തെടുക്കുന്നുണ്ട്. പക്ഷേ അതിനൊന്നും ശരിയായ സനദില്ല, അതിനൊന്നും ശരിയായ തെളിവില്ല. അതുകൊണ്ട് ഒരൊറ്റ ഒന്നും ബറക്കത്തെടുക്കാൻ പറ്റുന്നതില്ല എന്ന് ഇവിടെ പ്രസംഗിച്ചതും പറഞ്ഞതും മുജാഹിദാണ്. സംശയമുണ്ടോ? ഇപ്പോഴും അതാ മുജാഹിദിന്റെ ക്ലിപ്പ് ഞാനിപ്പോ വരുമ്പോഴും വണ്ടിയിൽ നിന്ന് കേട്ടു. ചോദിക്കുന്നു, നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനെ ഏൽപ്പിക്കാര പിന്നാലെ കൂടിയത്? സീഡിയർക്കാണ് സാധാരണ കേട്ടുകൊള്ളാം. നിങ്ങളത് ഏൽപ്പിക്കാറ് പിന്നാലെ കൂടിയത് ചോദിക്കുന്നത് സക്കരിയ സലാഹിയാണ്. അത് ചോദിക്കുകയാണ്, നിങ്ങൾ ബേലൂരിലെ മുടി, ആ മുടിയിട്ട വെള്ളം വിറ്റ് പൈസ ഉണ്ടാക്കിയില്ലേ? അയാൾ ചോദിക്കുകയാണ്, അതിന് സെനതുണ്ടെന്ന് തെളിയിക്കാൻ കഴിയോ? അല്ല, ഇന്ത്യയിലുള്ള ഏതെങ്കിലും മുടിക്ക് സെനതുണ്ടെന്ന് തെളിയിക്കാൻ കഴിയോ? ഇങ്ങനെ മുജാഹിദ് ചോദിക്കുകയാണ്. ഈ ചോദ്യം തുടങ്ങിയിട്ട് കാലം കുറേയായി. ആ ചോദ്യം തന്നെയല്ലേ നിങ്ങളും ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിച്ചില്ലേ? നിങ്ങളുടെ ഡോക്ടറോട് അടിയിൽ വെച്ച് ഞാൻ ചോദിച്ചില്ലേ? നിങ്ങൾ പറഞ്ഞ തുർക്കിയിലെ ആധാറുകൾക്ക് സെനത് തെളിയിക്കാൻ കഴിയുമോ എന്ന് ഞാൻ ചോദിച്ചിട്ട് ഇന്ന് വരെ തെളിവ് പറയാൻ നിങ്ങൾക്കാർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? പക്ഷേ മുസ്ലിം ലോകം സെനത് കിട്ടാതെ തന്നെ ലോകം മുഴുക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ആധാറുകൾ അവർക്ക് കിട്ടിയതിനെ ആദരിക്കുന്നു, ബറക്കത്തെടുക്കുന്നു, അതിട്ട വെള്ളം കുടിക്കുന്നു. ഇതല്ലേ സുന്നത്ത് ജമാഅത്തിന്റെ നടപടി? ആ നടപടിക്കെതിരെ പ്രസംഗിച്ച മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾ പിന്തുണച്ചു. അതാ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, ഔ ആവാ മുഹദിസൻ, പുത്തൻവാദിക്ക് നിങ്ങൾ കൂട്ടുനിന്നു. അങ്ങനെ അവർ ചോദിക്കുന്ന അതേ ചോദ്യം നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചു. പക്ഷേ ഞങ്ങൾക്ക് പ്രശ്നമില്ലായിരുന്നു. ഞങ്ങൾ മുജാഹിദാണ്, ജമാഅത്തെ ഇസ്ലാമിയാണ്, പുത്തൻവാദിയാണ്, ഷിയാക്കളാണ്, മുഅ്തസിലത്താണ് എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് സാധാരണക്കാരായ സുന്നികൾ തെറ്റിദ്ധരിച്ചില്ലായിരുന്നു. ഞങ്ങൾ സുന്നികളാണ്, സമസ്തയാണ് എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, ഇന്ത്യ രാജ്യത്തുള്ള ബേലൂരിലെ മുടി ലത്തീഫിയിലാകട്ടെ അല്ലാത്തതാകട്ടെ അതിന് നിങ്ങൾക്ക് സെനത് കൊണ്ടുവന്ന് തെളിയിക്കാൻ കഴിയുമോ? അതുപോലെ മറ്റ് സ്ഥലത്തുള്ളതിന് മുത്തസിലായ ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിലെ ഹദീസ് റിപ്പോർട്ട് ചെയ്തതുപോലെ മുത്തസിലായ സെനത് കൊണ്ടുവന്ന് സഹീഹാണെന്ന് തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? അത് കഴിയില്ലെന്ന് നിങ്ങൾക്കറിയാം. എന്നിട്ടും നിങ്ങൾ അതിനെ അംഗീകരിക്കുന്നു എന്ന് നാവുകൊണ്ട് പറയുന്നു. ഇവിടെ കേരളത്തിലുള്ള ജനങ്ങൾ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഅറ് മുബാറക് കൊണ്ട് ബറക്കത്തെടുക്കുന്നതിനെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നു. അല്ലെങ്കിൽ കൊണ്ടുപോവാം. ഇനി ഏതെങ്കിലും ഒരു സ്റ്റേജിൽ കയറുമ്പോൾ നിങ്ങൾ വിളിച്ചില്ലേ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഒരു ബാപ്പക്കും ഉമ്മക്കും ജനിച്ചതാണെങ്കിൽ നിങ്ങൾ വിളിച്ചില്ലേ? അത് നിങ്ങളല്ല നോക്കേണ്ടത്, അതെന്റെ അമ്മതി. നിങ്ങളോട് ഞാൻ പറയുന്നു, അതേ
ഭാഷയിൽ പറയാൻ എന്റെ നാവ് അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ആൺകുട്ടികളാണെങ്കിൽ നിങ്ങൾ അടുത്ത സ്റ്റേജിൽ നിങ്ങൾ 25,000 ഉറുപ്പികയ്ക്ക് കൊടുത്തൊരു വെള്ളമുണ്ടല്ലോ, ആ വെള്ളം നിങ്ങൾക്ക് വിൽക്കാൻ അവസരമുണ്ടാക്കിയ വേലൂരിലെ മുടി ആ ഷഹർ മുബാറക്കിന്റെ സെനതൊന്ന് വായിക്കൂ, സെനതൊന്ന് വായിക്കൂ, സെനതൊന്ന് വായിക്കൂ. ഇല്ലെങ്കിൽ ഞങ്ങൾ വിറ്റത് മോശമായി പോയി എന്ന് ഒന്ന് തുറന്നു പറയൂ. ഞങ്ങൾ ഇന്ന് വരെ വെള്ളം കൊടുത്തൊരു കാശ് വാങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾ അത് തെളിയിക്കൂ. അത് ഞാൻ മുമ്പ് വെല്ലുവിളിച്ചാണ്. അത് തെളിയിക്കൂ. നിങ്ങളാണ് കേസിന് കൊടുത്തത്. ആ കേസിന് കൊടുത്ത നിങ്ങൾ ആ പറഞ്ഞ മുടിയുടെ സെലവ് നിന്ന് വായിക്കുന്നതായി. അതാണ് നിങ്ങൾ അംഗീകാരികളെ വഞ്ചിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ടത്. SKSS കേട്ട് സുന്നിയാണെന്ന് വിചാരിച്ചപ്പെട്ടുപോയ ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ടാവും. സമസ്തയാണെന്ന് വിചാരിച്ചപ്പെട്ടുപോയ ഒരുപാട് സുന്നികളുണ്ടാകും. അല്ലാഹുവേ, അവർക്ക് നല്ലവരായിരിക്കാം. അവരുടെ മനസ്സിന് ഈ ഹഖ് ബോധ്യപ്പെടുത്തണം റഹ്മാനെ. നിങ്ങളൊന്ന് വായിച്ചു, നിങ്ങളൊന്ന് കേൾക്കട്ടെ. മുത്തസിലായ സഹിഹായ ഒരു സനദ് വായി. അത് വായിക്കാത്ത കാലത്തോട് ഈ വിഷയത്തിൽ ഒരക്ഷരം പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല. ഞാൻ നീട്ടി സംസാരിക്കുന്നു. എന്നിട്ട് ഒരാള് പ്രസംഗിക്കുകയാണ്. അയാൾ കാര്യമായിട്ട് പറയുന്നത് എന്തറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷെയർ മുബാറക്ക് കൊടുത്ത് സ്നേഹിതന്മാര് അവയവദാനം കൊടുക്കും പോലെയാണ് നമ്മളെ പഴയ സാധനം എടുത്തോണ്ട് പോയിട്ട് പറഞ്ഞതാ. സ്നേഹിതന്മാർ അവയവദാനം കൊടുക്കുന്നത് പോലെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷെയർ മുബാറക്ക് കൊടുത്തത്? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യട്ടെ, ഈ പഴയ ആളൊരു കാര്യം ചെയ്യട്ടെ, ഇപ്പൊ തന്നെ എഴുതി വെക്കട്ടെ, ഞാൻ മരിച്ചാൽ എന്റെ കണ്ണ് എന്റെ സ്നേഹിതന്മാർക്ക് കൊടുക്കേണ്ടതാണ്, എന്റെ കിഡ്നി വേറൊരാൾക്ക് കൊടുക്കേണ്ടതാണ്, വേറെ എന്തെല്ലാം ഉള്ളല്ലോ സ്നേഹിതന്മാർക്ക് കൊടുക്കാൻ വേണ്ടി ഇപ്പൊ തന്നെ എഴുതി വെക്കട്ടെ. എഴുതി വെച്ചുപ്പെടെ നല്ല രസമുണ്ടാവും. ആ സംസ്ഥക്കാർക്ക് ഒരു പണിയുമായി, ഏത് സംസ്ഥ അപ്പത്തെ സംസ്ഥ ഒരു പണിയുമായി മരിച്ചാൽ എല്ലാം ഒരു കത്തി എടുത്ത് പോവാ. ഇത് നിങ്ങളെ സ്റ്റേജിൽ വെച്ച് പ്രസംഗിച്ചതല്ലേ? നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹർ മുബാറക്ക് കൊടുത്തതിനെ സംബന്ധിച്ച് നിങ്ങൾ പ്രസംഗിച്ചതല്ലേ? നിങ്ങൾ എന്തേ മനസ്സിലാക്കിയത്? ദീന് പറയാൻ നിങ്ങൾക്ക് എവിടെയാണ് അർഹത? ദീൻ പറയേണ്ടവർ ദീന് പറയും. ദീൻ പറയാൻ അറിയാത്തവർ ഇദാ മുസ്ലിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫന്തമിർ സാഅ, ഖിയാമനാൾ കാത്തു നിന്നോളണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അർഹതയില്ലാത്തവർ ദീൻ കാര്യം കൈകാര്യം ചെയ്യുമ്പോൾ പിന്നെ ഞങ്ങൾ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുർആനിൽ തഹ്സജറ എന്ന് പറഞ്ഞ മരം മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. മുജാഹിദീങ്ങൾ സാധാരണ പറയുന്ന മേറ്റർ. പക്ഷേ നിങ്ങളെ കൊണ്ട് തന്നെ അല്ലാഹു തആല പറയിപ്പിച്ചു അത് ആ മരം അല്ല എന്ന് സ്വഹാബത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാ മുറിച്ചത്. അപ്പൊ അതെല്ലാം നോക്കില്ലേ? അതെല്ലാം നിന്നതിന് തെളിവുറക്കില്ലേ? അതാണോ നിങ്ങൾ തെളിവ് പറഞ്ഞത്? മുജാഹിദുകൾ പറയുന്ന തെളിവല്ലേ അത്? ബർക്കത്തിനെതിരെ അത് നിങ്ങൾക്ക് പറഞ്ഞില്ലേ? നിങ്ങൾ അതല്ലേ ഞങ്ങൾ പറഞ്ഞു. നിങ്ങളെ പോക്ക് അങ്ങോട്ടാണ്. പൂർണ്ണമായി മുജാഹിദിലേക്ക് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. ഏകദേശം അടുത്ത് പണ്ട് കുറ്റമ്പാറ പറഞ്ഞ പോലെ അടുത്തെത്തിയിരിക്കുന്നു. എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയില്ല. പണ്ടൊരു പുസ്തകത്തിൽ കുറ്റമ്പാറ പറഞ്ഞു ഇനി എത്ര മിനിറ്റ്, അത് നിങ്ങൾ നടത്തം കണ്ടപ്പോഴാണ് മനസ്സിലായത്. അതുപോലെ എപ്പോഴാണ് അവിടെ എത്തുന്നത്, പൂർണ്ണമായി എത്തുന്നത് എന്നുള്ള ഇപ്പൊ പറയുന്നില്ല. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നമ്മളോട് ചോദിക്കുക എത്രാം ക്ലാസ് വരെയാ പഠിച്ചത്? അതൊന്ന് കേൾപ്പിച്ചോണ്ട് അതൊരു രസാ. സൗണ്ട് കേൾപ്പിച്ച കിട്ടിയാ പറയാം. അതുവരെ ഞാൻ വേറെ പറയാം. എന്നിട്ട് കിട്ടിയോ? മനസ്സിലായി? വല്ലതും പഠിച്ചിട്ടാണോ വരുന്നത്? എത്രാം ക്ലാസ്സിലാ പഠിച്ചത്? അതൊന്നും ആദ്യം പറയണോ? ഞങ്ങളെ കൊണ്ട് തന്നെ പറയിക്കില്ല എത്ര ക്ലാസ്സിലാണ് പഠിച്ചത്. ഒന്ന് വെച്ചു കൊടുത്തേ, ജെറിന്റെ അർഫം വെച്ചു. ജെറിന്റെ
ഒന്നുകൂടി ജെറിന്റെ അർഭത്തിലെ 18 ജെറിന്റെ അർഭത്തിലെ 18 അപ്പൊ അവാമിൽ എത്രയാ പറഞ്ഞേ? എത്ര പറഞ്ഞേ? 19. അപ്പൊ എത്ര ക്ലാസ്സിലാ പഠിച്ചേ? ഞാനിങ്ങനത്തെ ഒന്നും പറയലില്ല. എന്തിനാണ് ഇങ്ങനത്തെ പറയിക്കുന്നത്? എന്റെ മൂപ്പര് പറയാണ് ജെറ് എന്ന് പറഞ്ഞാൽ ബെൽറ്റ് ഇങ്ങോട്ട് കൊണ്ടുവരാനാണ്. ബെൽറ്റ് താഴെടല, അത് മനസ്സിലായിക്കൊള്ളു കേട്ടോ. ബെൽറ്റ് താഴെട. എന്തിനാണ് ഇങ്ങനത്തെ ബെൽറ്റ് ഇടുന്നത്? എന്നിട്ട് നമ്മൾ എത്ര വരെ പഠിച്ചത്? എന്തിനാ ചോദിച്ചത്? ഞാനതാ പറഞ്ഞത്, പഴയത് കൊണ്ടുവന്ന് ഇവരുടെ പോയിസൺ ഉണ്ടാക്കണ്ട. മൂപ്പര് പറയാണ്, മൂപ്പര് തെളിവ് പറയാം. എന്താ തെളിവ്? സെനദില്ലാതെ ബറക്കത്തിന് വേണ്ടി ഒന്നും ഉപയോഗിച്ചുകൂടാ. അത് തെളിവ്. അപ്പോ അഹമ്മദ് റിദാ ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞതിനെതിരെ, ലോകത്തുള്ള എല്ലാ ഇമാമിയങ്ങളും പറഞ്ഞതിനെതിരെ ഇത് കൊണ്ടുവന്ന് ഉദ്ധരിക്കുന്ന എന്താണ്? ഇബ്നു തൈമിയ്യല്ല, ഹാഫിദുൽ ദഹബി പറഞ്ഞിട്ടുണ്ട്. ഹാഫിദുൽ ദഹബി ആരാ? ഹാഫിദുൽ ദഹബി ഇബ്നു തൈമിയ്യന്റെ ആളല്ലേ? അതാർക്ക് അറിഞ്ഞൂടാത്തത്? ആ ഹാഫിദുൽ ദഹബി ഇബ്നു തൈമിയ്യയുടെ ആളല്ലേ? ഹാഫിദുൽ ദഹബി യസമൻതു വൽ ഹഖ് അഹഖു അൻ യുത്തബഅ. എന്റെ ഉസ്താദ് ദഹബി എന്റെ മഹാനായ ഒരുപാട് പഠിപ്പിച്ച ഉസ്താദാണെങ്കിലും ഹഖ് പലപ്പോഴും ദഹബിയുടെ വാചകത്തിൽ കാണുന്നില്ല. അതുകൊണ്ട് ഹഖാണ് പിന്തുടരേണ്ടത് എന്നല്ലേ ഇമാം ശരീഅത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? എന്തേ പറയാൻ കാരണം? ദഹബി ഇബ്നു തൈമിയ്യയുടെ ആളായതുകൊണ്ടല്ലേ അത്? നിങ്ങൾ എത്ര ക്ലാസ്സിലെ പഠിച്ചത്? ഇനി ഒന്നുകൂടി പറഞ്ഞുകൂടാ. പിന്നെ പറഞ്ഞെന്തറിയോ? ഒരു ഹദീസ് ഉദ്ധരിച്ചു. അപ്പൊ ഇവിടെ പറയാനാകുന്നത് ആ ഹദീസ് ബുഖാരിയിലുള്ളതാണ്. ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുൽതുലി അബീദ ഇൻദനാ മിൻ ശഅരി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസബ്നാഹു മിൻ ഖിബലി അനസ് ഔ മിൻ ഖിബലി അഹ്ലി അനസ് ഫഖാൽ അൻ തകൂന ഇൻദി ശഅറത്തുൻ മിൻഹു അഹബ്ബു ഇലയ്യ മിന ദുനിയ വമാ ഫീഹാ. സഹീഹുൽ ബുഖാരിയിലെ 170ാമത്തെ ഹദീസാണ്. അബീദ റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ പറഞ്ഞു, മുഹമ്മദ് ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു പറയാൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുരഹസ്യങ്ങളിൽ നിന്ന് ഞങ്ങളുടെ അടുക്കൽ ഉണ്ട്. അസബ്നാഹു, അത് നമ്മൾ എത്തിച്ചിരിക്കുന്നു. മിൻ ഖിബലി അനസ് ഔ മിൻ ഖിബലി അഹ്ലി അനസ്, അനസ് റളിയല്ലാഹു അൻഹു മുഖേന അല്ലെങ്കിൽ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം മുഖേന. നിങ്ങൾ നോക്കി. അപ്പോൾ അബീദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാൻ തകൂന ഇൻദി ശഅറത്തുൻ മിൻഹു അഹബ്ബു ഇലയ്യ മിന ദുനിയ വമാ ഫീഹാ. ഒരൊറ്റ മുടി അതിൽ നിന്റെ അടുക്കൽ ഉണ്ടാകുന്നത് ദുനിയാവിലെ മുഴുവൻ കിട്ടുന്നതിനേക്കാൾ എനിക്ക് താല്പര്യമുള്ളതാ. ഇവിടെ മൂപ്പര് പറയാണ്, അപ്പൊ ഷെയറിന് സെനത് വേണമെന്നാണ് ആ ഹദീസ് പഠിപ്പിക്കുന്നത്. എങ്ങനെയാ മുസ്ലിയാരെ? എങ്ങനെയാ പഠിപ്പിക്കുന്നത്? ശരിക്കൊന്ന് വായിച്ചു നോക്കിയേട്ടത്. അസബ്നാഹു, ഞങ്ങൾ അതെത്തിച്ചിരിക്കുന്നു. മിൻ ഖിബലി അനസ്, അനസ് റളിയല്ലാഹു അൻഹു മുഖേന. ഔ മിൻ ഖിബലി അഹ്ലി അനസ്, അല്ല അനസ് റളിയല്ലാഹുവിന്റെ കുടുംബം മുഖേന. അനസ് റളിയല്ലാഹു അൻഹുവിനെ ആര് കൊടുത്തു എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല, പറയേണ്ട ആവശ്യമില്ല. അനസ് റളിയല്ലാഹു അൻഹു മുഖേന കിട്ടിയെന്ന് പറഞ്ഞാൽ മതി. അനസ് റളിയല്ലാഹു അൻഹുവിനെ കിട്ടിയത് എവിടുന്നാകാം? അത് ഇമാം ബുഖാരി രണ്ടാമത്തെ ഹദീസിൽ ഇമാം ബുഖാരി സൂചിപ്പിക്കുകയാണ്. അനസ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ ഹലഖ റസഹു കാന അവ്വല മൻ അഖദ മിൻ ശഅരിഹി. അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഇതിനെ സംബന്ധിച്ച് അനസ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലമുടി കളഞ്ഞപ്പോൾ ആദ്യമായി ആ മുടി എടുത്തത് അബൂ തൽഹ റളിയല്ലാഹു അൻഹു ആണ്. പക്ഷെ അബൂ തൽഹയിൽ എനിക്ക് കിട്ടി എന്ന് ഹദീസ് പറയുന്നത് പോലെ പറയുന്നില്ല. ഹദീസ് പറയുമ്പോൾ സാധാരണ പറയേണ്ടതാണ് അല്ലെങ്കിൽ അബൂ തൽഹ. ആ രൂപത്തിൽ ഇവിടെ പറയുന്നില്ല. അത് പറയേണ്ട ആവശ്യം ഇല്ല എന്നല്ലേ ആ ഹദീസ് അറിയിക്കുന്നത്. അതുകൊണ്ടാണ് അസ്വബനാഉ ഐ ഹസലനാ മിൻ ജിഹത്തി അനസ് ബിൻ മാലിക് വഅറാദൽ മുസന്നിഫു ബിറാദി
هذا الأثر عند آل بيته أنصار لمواليهم منهم لأن سيرين والد محمد كان مولى أنس بن مالك وكان أنس ربيب أبي طلحة അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുകയാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. നേരെ മറിച്ച് അനസ് റളിയല്ലാഹു അൻഹു അബൂ തല്ല കൈമാറി എന്ന വാക്ക് അവിടെ പറയുന്നില്ല. അപ്പൊ ഹദീസ് ഹുക്മുകൾ സ്ഥിരപ്പെടാനുള്ള ഹദീസുകൾ പറയുന്നത് പോലെ പറയേണ്ടതില്ല എന്നതിനല്ലേ ആ ഹദീസ് തെളിവാകുന്നത്. ഇങ്ങനെ ഏതായാലും തിരിച്ചു മനസ്സിലായത്. ഇനി വേറെ ഒന്നും കൂടി പറയാനും 2 ഹദീസ് ബുഖാരിയിൽ പറഞ്ഞു. എന്താണ്? ഉഖബത്ത് റളിയല്ലാഹു അൻഹു അബൂ ഇഹാബിന്റെ മകളെ വിവാഹം കഴിച്ചു. അപ്പോൾ ഒരു സ്ത്രീ അതിന് ശേഷം അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ഉഖബത്ത് ഞാൻ മുല കൊടുത്തിട്ടുണ്ട്, വിവാഹം കഴിച്ച ഈ പെണ്ണിനും മുല കൊടുത്തിട്ടുണ്ട്. ഉഖബത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ അഅലമു അന്നകി അർളയതിനി, നിങ്ങൾ എനിക്ക് മുല തന്നത് ഞാൻ ഇന്നുവരെ അറിഞ്ഞിട്ടില്ല. വലാ അഖ്ബർതിനി, നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്നത് ശരിയോ തെറ്റോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നർത്ഥം. ഫറകിബ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മദീന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പോയി നബി തങ്ങളോട് ചോദിച്ചു. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈഫാ വഖദ് ഖീല, എങ്ങനെ ആ ബന്ധം തുടരാൻ പറ്റും? വഖദ് ഖീല, നിങ്ങൾക്ക് അവരെ വിശ്വാസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ പറയപ്പെട്ട സ്ഥിതിക്ക് സൂക്ഷ്മത പുലർത്തേണ്ടതില്ലേ എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ഹദീസ്. അത് നിങ്ങളെ നേരെ തലതിരിച്ചല്ലേ നിങ്ങൾക്ക് മനസ്സിലായത്? അത് നിങ്ങളെന്താ മനസ്സിലാക്കേണ്ടത്? സഹീഹായ സനദ് കൊണ്ട് റിപ്പോർട്ട് വന്നില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന് പറയപ്പെട്ട് കഴിഞ്ഞാൽ നബി തങ്ങളോട് സ്നേഹമുള്ളവർ അതിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വേണം എന്നല്ലേ ആ ഹദീസ് പഠിപ്പിക്കുന്നത്. അതിന്റെ നേരെ തല തിരിച്ച് പഠിപ്പിക്കുന്നത് ഏത് ഉസ്താദിന്റെ പൊരുത്തക്കേടിന്റെ ബർക്കത്താണ്? നേരെ തല തിരിച്ച് മനസ്സിലായത് എങ്ങനെ? കോട്ടുമല ഉസ്താദിനോട് സർവ്വകായി തോന്നാൻ പറഞ്ഞ ബർക്കത്താണ്. നേരെ തല തിരിച്ച് ഹദീസ് മനസ്സിലായത് ഇങ്ങനല്ലേ ഉസ്താദെ മനസ്സിലാവുക? നേരെ തല തിരിച്ച് എങ്ങനെ മനസ്സിലായത് ഹദീസ് ഓതിക്കും? ഇനിയോ കാന്നഹു ഇത്തഹമഹാ, ഫത്ഹുൽ ബാരി എടുത്തു, കാന്നഹു ഇത്തഹമഹാ, ഉഖബ റളിയല്ലാഹു അൻഹു ആ സ്ത്രീയെ തെറ്റിദ്ധരിച്ച മാതിരിയുണ്ട്. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അത് പരിഗണിക്കണ്ടേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന് പറയപ്പെട്ടാൽ പറഞ്ഞ ആള് മുസ്തഹമാണെങ്കിൽ പോലും പരിഗണിക്കണം എന്നല്ലേ ആ ഹദീസ് പഠിപ്പിക്കുന്നത്. നേരെ തലതിരിച്ചുകൊണ്ട് ഞാൻ മനസ്സിലായി. പിന്നൊന്ന് കേൾക്കണം, ഒരു ഗമാസയില അത് കൂടി പറഞ്ഞിട്ട് ഞാൻ പ്രസംഗം. മറ്റു വിഷയങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ആരോ സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ എന്നോട് നീ കോഴിക്കോട്ട് പറഞ്ഞ ഫോൺ നമ്പർ ഒന്നും കൂടി പറയണോ? കോഴിക്കോട് എന്ന് പറഞ്ഞ ഫോൺ നമ്പർ ഒന്നും കൂടി പറഞ്ഞിട്ട് അവിടെ സാഹസിലില്ലാത്ത ആളാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു അതൊക്കെ അവിടെ പറഞ്ഞു, അതൊക്കെ CD-യിലുണ്ടല്ലോ, അതൊക്കെ അവിടെ പറഞ്ഞു. ആണെങ്കിൽ അയാൾ പറഞ്ഞ സ്ഥിതിക്കൊന്ന് പറഞ്ഞേക്കാം 9645096563. ആ ഫോണിലേക്ക് 8943037816 പോയ മെസ്സേജുകൾ. ആ മെസ്സേജുകളിൽ ഉള്ള സംഗതികൾ എന്താണ്? ഈ ഫിത്നയും ഫസാദും ഇവിടെ ചാനലിൽ വരുന്നതിന്റെ നേരെ തലേ ദിവസം 12:57 അൽഹംദുലില്ലാഹ് കാര്യങ്ങൾ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്നു. ഒരു മെസ്സേജ് എന്താന്ന് ഞാൻ അവിടുന്ന് പറഞ്ഞിരുന്നില്ല, അവിടെ അതും കൂടി പറഞ്ഞേക്ക് പറഞ്ഞു. ഒരു മെസ്സേജ്. വേറൊരു മെസ്സേജ് പിറ്റേ ദിവസം 30-ാം തീയതി ചാനലിൽ വരുന്ന ദിവസം എല്ലാം റാഹത്തായി നടക്കുമല്ലോ. ഇന്നലെ മുതൽ നിരന്തരം ഫോണുകളാണ്. നടക്കുമല്ലോ എന്ന് പറഞ്ഞാൽ അപ്പുറത്തുള്ള ആൾ കറാമത്തുള്ള ആളാണ് വിശ്വാസമുള്ളതുകൊണ്ടാണ്. അതിരിക്കട്ടെ. അപ്പോ അതാണ്. അതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ കോഴിക്കോട്ട് പറഞ്ഞു. ഇവിടെ ഞാൻ ഈ ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, പ്രസംഗം നിർത്തുകയാണ്. നിങ്ങൾ ആരും ധരിക്കരുത് സുന്നത്ത് ജമാഅത്തിന്റെ സംഘടന അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയാകട്ടെ, സമസ്ത കേരള സുന്നി യുവജന സംഘമാകട്ടെ, SSF ആകട്ടെ, SMA ആകട്ടെ, അതുപോലെ സുന്നി ജമിയത്തുൽ മുഅല്ലിമീനാകട്ടെ, സുന്നി വിദ്യാഭ്യാസ ബോർഡാകട്ടെ, ഞങ്ങളെ സംഘടനകൾ നിങ്ങൾ കുറച്ച് ഫിത്നയും ഫസാദും കൊണ്ടുവരുമ്പോഴേക്ക് പാറിപ്പോകുന്ന സംഘടനയാണ്. ഇവിടെ ആരും ധരിക്കേണ്ടതില്ല. സുബ്ഹാനല്ലാഹ്. കാന്തപുരം ഉസ്താദിന്റെ ജീവിതകാലത്ത് തന്നെ പൊന്മള ഉസ്താദിനെ സമസ്തയിൽ നിന്ന് തെറിപ്പിക്കണം എന്ന് പറഞ്ഞവരില്ലേ? അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ വെച്ച് ഒരു ദുആ മജ്ലിസിൽ പങ്കെടുത്തിട്ട് അതിന്റെ ശേഷം സമസ്ത അടുത്ത കാലത്ത് തന്നെ 2 പൊട്ടിപ്പിളരും, പറഞ്ഞ ദിവസം കൊണ്ട് പ്രശ്നമൊക്കെ തീരും എന്ന് പറഞ്ഞവരില്ലേ? അങ്ങനെ പറഞ്ഞ എല്ലാ ഓരോ വിഷയങ്ങളും അതിനൊക്കെ സനദുണ്ട് കേട്ടോ. സനദില്ലാണ്ടല്ല, അതിനൊക്കെ സനദുണ്ട്. സനദില്ലാതെ
അതിലേക്കൊന്നും ഇപ്പൊ കിടക്കുന്നില്ല, ഒക്കെ പറയേണ്ട സമയത്ത് പറയേണ്ടത് പോലെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം നിങ്ങൾ ഓർക്കണം. ഒരു അലാമാത്തിൽ അത് വിശദീകരിക്കാൻ വന്നിരിക്കുന്ന ഒരാൾ, ആ വന്നാൾ പറഞ്ഞ ചില വിവരങ്ങളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. എന്നാ അലാമാത്തില എന്ന് മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു പറഞ്ഞ വിഷയം അയാൾ എന്ത് ചെയ്തു എന്നറിയോ? അദ്ദേഹം മുഹമ്മദ് അബ്ദുന്റെ ശിഷ്യന്റെ ഒരു കിതാബ്, ആ കിതാബിൽ കുറെ ഹക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ആ ഹക്കൊക്കെ മൂടി വെച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇബാറത്ത് വായിച്ചു. അതിൽ പറഞ്ഞ പല ഹക്കുകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആറാവുലമായി നബി സല്ലല്ലാഹു തങ്ങളുടെ കാല് പതിഞ്ഞ സ്ഥലത്തിന്റെ അസറുകൾ എന്ന് പറഞ്ഞ അതിനെ സംബന്ധിച്ച് ഇങ്ങനെ വിശദീകരിച്ച് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് ഒരു അസുരമില്ല, സനദുമില്ല, അത് സഹീഹല്ല എന്ന് പറഞ്ഞ ഒരുപാട് പണ്ഡിതന്മാരെ പേരിൽ ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം അയാൾ പറയുന്നത് പക്ഷേ ആ പണ്ഡിതന്മാരെല്ലാം പറഞ്ഞിട്ടുണ്ട് സഹിയായി വന്നിട്ടില്ലെങ്കിൽ തന്നെ അങ്ങനെ റസൂലുള്ളാഹിന്റേതാണെന്ന് പറയപ്പെട്ടത് കൊണ്ട് തന്നെ നല്ല നിയ്യത്തോടുകൂടി അത് ആദരിക്കുകയും സന്ദർശിക്കുകയും ചെയ്യണം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വായിച്ച കിതാബിലില്ലേ? അത് മൂടി വെക്കണോ ഇവിടെ? നിങ്ങളങ്ങനെ പലതും മൂടി വെച്ച് ചില പുസ്തകങ്ങൾ ഇറങ്ങിയപ്പോ അതിന്റെ ശരിയായ വശങ്ങൾ നമ്മളും ഇറക്കി പുസ്തകം ഇറക്കി. പിന്നെ എന്തിനാണ് മൂടി വെക്കുന്നത്? അതൊക്കെ ആ കിതാബ് തന്നെ റസൂലുന്നീയത്ത് കൊണ്ട് കാര്യം മനസ്സിലാക്കി നിങ്ങളുടേതാണ് പറയപ്പെട്ടാൽ അത് അംഗീകരിക്കുകയും സന്ദർശിക്കുകയും ചെയ്യണം എന്ന് തന്നെ ഇല്ലേ? പോകട്ടെ, നിങ്ങൾ പറഞ്ഞ വിഷയത്തിൽ തന്നെ ഉള്ളത് എന്താണ്? മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ ആ സംഭവത്തെ സംബന്ധിച്ച് ഞാനത് മാത്രം ഇവിടെ സൂചിപ്പിക്കുകയാണ്. കാരണം ചില ആളുകളുടെ ധാരണ നമ്മളെ പണ്ഡിതന്മാർ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോ അതൊക്കെ വേണ്ടതുപോലെ എതിരാളികൾ കൈകാര്യം ചെയ്ത് അതിൽ നിന്നൊക്കെ കാര്യം നമ്മൾക്ക് മറുപടി പറഞ്ഞു എന്നാണ് എസ്കെക്കാര് തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. അവരോട് പറയുന്നു, നിങ്ങളെ സ്റ്റേജിൽ കിതാബൊന്നും മനസ്സിലാകാത്ത കക്ഷികളാകുന്നത് കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ധരിക്കുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല. പക്ഷേ കിതാബ് മനസ്സിലാകുന്ന പണ്ഡിതന്മാരെ മുമ്പിൽ നിങ്ങൾ അങ്ങനത്തെ തട്ടിപ്പുകളൊന്നും കൊണ്ടുവന്നാൽ നടക്കുകയില്ല എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുകയാണ്. ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശാറത്തുകൾ എന്ന് പറഞ്ഞിട്ട് ഒന്നാമതായി ഒരു ഷാർ മുബാറക് അദ്ദേഹം പരിചയപ്പെടുത്തുകയാണ്. ആ പരിചയപ്പെടുന്ന ഷാർ മുബാറക്കിന് തന്നെ മുത്തസിലായ സഹീഹായ സനദ് ഇല്ല. അല്ലാമത്തു സഹാബി ഫി തർജമത്തി അബി അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ അബി ബക്കർ അൽ-മഅറൂഫ് al-മുർശിദ് al-മൗലൂദ് എന്ന് പറഞ്ഞിട്ട് 763 മക്കയിൽ ജനിച്ച 829 മദീനയിൽ വഫാത്തായ ഒരു വ്യക്തിയുടെ കൈവശത്തിലുള്ള ഷെയറിനെ സംബന്ധിച്ച് പറഞ്ഞു. അതിന് തന്നെ മുത്തസിലായ സനദ് പറഞ്ഞിട്ടില്ല. അതിന് സനദ് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കണം, അതിന്റെ ശേഷം നിങ്ങൾക്ക് കാണാം അതിനെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം ബാപ്പയിൽ നിന്ന് കിട്ടിയ ഒരു മുടിയുണ്ട്, അത് റസൂലുള്ളാഹിയിലേക്ക് ചേർത്ത് പറയപ്പെടുന്നതാണ് എന്നല്ലാതെ അവിടെയും സനദ് പറയുന്നില്ല. പിന്നീട് പറയാണ് മക്കയിലുള്ള വേറെ ഒരു ഷഅറത്ത്, ഒരു മുടി ونص عبارتي بمكة شعرة من شعره المكرم مسهورة تزار واتفق الخلف عن السلف أنها من شعره صلى الله عليه وسلم. മക്കയിലുള്ള ഒരു മുടി, ആ മുടിയെ സംബന്ധിച്ച് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അത് മസ്ഹൂറാണെന്നും സന്ദർശിക്കപ്പെടുന്നുവെന്നും സലഫിൽ നിന്ന് ഖലഫിന് കിട്ടിയെന്നതിൽ തർക്കമില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. ഇന്തഹ, ആ മുടിയുടെ വിഷയം അവിടെ കഴിഞ്ഞു. അത് നേരത്തെ ഫതാവയും എ.പി. മുഹമ്മദ് മുസ്ലിയാരും വന്മള ഉസ്താദും വിനീതനായ ഞാൻ കുറ്റ്യാടിയിൽ വെച്ചും വായിച്ച ആ അലാമാഖീല പറഞ്ഞ മുടിയെക്കുറിച്ചല്ല
അതല്ല, അതിനെക്കുറിച്ചാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ് പൈസ ചെയ്തത്. അതുകൊണ്ട് തന്നെ ശേഷം വായിച്ചാൽ അത് മനസ്സിലാകും. അതെ, അത് മുർഷിദിയുടെ കൈവശത്തിലുള്ളതാണോ അല്ലേ, ആ മുടിയെക്കുറിച്ച് നമുക്കറിയില്ല. അദ്ദേഹം പറയാണ്, അതിന്റെ ശേഷം കേട്ടോളൂ, പിന്നീട് വേറെ ഒരു ഫത്വയെ സംബന്ധിച്ച് പറയലിലേക്ക് കടന്നു ചെന്നു. ആര്? ഇബ്നുൽ നജ്മി കടന്നു ചെന്നു. ആർക്കുള്ള ഫത്വ? ഇബ്നു ഹജർ. ഒരു മുടിയെ തൊട്ട്, ഒരു മുടിയെ സംബന്ധിച്ച് അത് ഈ മുടിയല്ല, അല്ലെങ്കിൽ അവിടെ അനിശ്ചാരത്തി നാമസിലാരെ പറയാ. നേരത്തെ പറഞ്ഞ മുടിയാണെങ്കിൽ അനിശ്ചാരത്തി എന്നാണ് പറയാ. അനിശ്ചാരത്തി ഏതോ ഒരു മുടിയെ സംബന്ധിച്ച് അത് രണ്ട് സഹോദരന്മാരുടെ കൈവശത്തിലായിരുന്നു. നബിതങ്ങളുടെ മുടികളുടെ സംഭവം റിപ്പോർട്ട് അതും ഉൾപ്പെടുന്നതിനാൽ ഞാൻ അതിവിടെ പറയലിനെ ഉദ്ദേശിക്കുന്നു. മനസ്സുമാല എന്ന് പറഞ്ഞിട്ടാണ് ഫതാവയിലെ ഇബാറത്ത് ഉദ്ധരിക്കുന്നത്. അവിടെയാണ് അലാമാഖീല എന്ന് പറഞ്ഞത്. അപ്പൊ ഇത്തഫഖ സലഫു അനിൽ ഖലഫി എന്ന് പറഞ്ഞ ആ മുടിയെ സംബന്ധിച്ചല്ല ഫതാവയിലുള്ള പരാമർശം. ഫതാവയിലുള്ള മുടിയെക്കുറിച്ചാണ് നമ്മുടെ പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് പഴയ പൈസയെ കൊണ്ടുവന്ന് എന്തെല്ലാമോ ചപ്പടാറ്റി പറഞ്ഞാൽ പണ്ഡിതന്മാരെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയുമെന്ന് എസ്കക്കാരാ തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഞങ്ങൾ അതും അതിന്റെ അപ്പുറവും കണ്ടിട്ടാണ് പ്രസംഗിക്കാൻ ഒരുങ്ങിയത്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഞാൻ നീട്ടി പറയുന്നില്ല. ആ അലാമാ തൈലക്ക് മൂപ്പര് വെച്ച അർത്ഥം അതല്ലേ വലിയൊരു അർത്ഥം. അലാമാ തൈല എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടത് പ്രകാരം എന്ന് പറഞ്ഞാൽ മൂപ്പര് അങ്ങനെ പറയപ്പെട്ടാൽ മതി എന്ന് മനസ്സിലാക്കിയത് മോശമായിപ്പോയി. പിന്നെന്താണ് പറയപ്പെട്ടത് പ്രകാരം എന്ന് പറഞ്ഞാൽ? മൂപ്പര് പറയാണ്, പറയപ്പെട്ടത് പ്രകാരം എന്ന് പറഞ്ഞാൽ അത് പറയേണ്ടത് പോലെ മുസ്തഫിയായി അറിയപ്പെട്ട നിലക്ക് പറയപ്പെട്ടാൽ അത് അലാമാ തൈലല്ല. എവിടുന്ന് പഠിച്ചതാണ് നിങ്ങൾ ഇസ്ലാഹ്? ഞാൻ ഈ സംസാരിക്കുന്ന ഒറ്റ വാചകം മാത്രം ഞാൻ തഫ്സീൽ നിന്ന് വായിക്കുകയാണ്. ഇബ്നു ഹജർ തങ്ങളുടെ തഫ്സീൽ നിന്ന് വായിക്കുകയാണ്. എവിടെയാണ് ആ വിഷയം എന്നറിയോ? ഇതാ പറയുന്നവർക്ക് വേണ്ടി മാത്രം വായിക്കുകയാണ്. ഇവരോട് ഇന്ന് പറഞ്ഞ ആ ഒരു കാര്യമില്ല. ഒരാള് നജസുള്ള സാധനം ശരീരത്തിൽ ഒട്ടിച്ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ മുറി ശരിയാക്കി. നജസുള്ള ഒരു എല്ല് അല്ലെ നജസുള്ള ഒരു സാധനം വെച്ച് ഒട്ടിച്ച് വെച്ചിട്ട് അങ്ങനെ പ്ലാസ്റ്റർ ഇട്ട് റെഡിയാക്കി. എന്നാൽ അയാൾ മരിച്ചാൽ ആ വസ്തു അവിടുന്ന് നീക്കം ചെയ്യണോ വേണ്ടേ എന്ന മസല ഇമാം ഇബ്നു ഹജർ തങ്ങൾ അതുപോലെ ഇമാം നവവി റളിയല്ലാഹു അൻഹു മുൻഹാജിലും ചർച്ച ചെയ്യാൻ. മരിച്ചാൽ അത് നീക്കം ചെയ്യേണ്ടതില്ല. അല സഹീഹി സഹീഹനുസരിച്ച്. എന്തുകൊണ്ട്? അവിടെ മയ്യത്തിന്റെ മഹത്വത്തെ ചീണ്ടൽ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയാണ്, ഒരു കൗലിൽ ആ നജസ് വെച്ച് കെട്ടിയത് ഒഴിവാക്കി കളയണം, നീക്കിക്കളയണം, ഓപ്പറേഷൻ ചെയ്ത് നീക്കണം എന്നുണ്ട് ഒരു കൗലുണ്ട്. എന്തുകൊണ്ട്? നജസും പേറിയിട്ട് അള്ളാനെ കണ്ടുമുട്ടാൻ പോകണ്ട അയാൾ മയ്യത്ത്. അതായത് ഖബറിൽ ചെല്ലുമ്പോ ഈ നജസ് വേണ്ട. അല്ലെങ്കിൽ ഖബറിൽ മാത്രമല്ല മഹ്ശറിൽ ചെല്ലുമ്പോഴും ഒരിക്കലും ആ നജസ് അയാളുടെ ശരീരത്തിൽ വേണ്ട. മാഖീലയുടെ മേലെടുത്തിട്ട് പറയപ്പെട്ടതനുസരിച്ച് എന്താണ് പറയപ്പെട്ടത്? മരിക്കുന്ന സമയത്ത് ഏത് ശരീരമാണോ ഉള്ളത് അതായിരിക്കും മഹ്ശറയിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് പറയപ്പെട്ടതനുസരിച്ച് എന്തിനാ മഹാനായ നേതൃത്വങ്ങൾ പറഞ്ഞത്? അത് പ്രസിദ്ധമായ അഭിപ്രായത്തിനെതിരാണ്. അതുകൊണ്ടാണ് അതുകൊണ്ട് അതിന്റെ അടുത്ത വാചകം വായിച്ചു. എതിരാണ് മസ്ഹൂർ, പ്രസിദ്ധമായ. അപ്പൊ പ്രസിദ്ധമായതിന് എതിരായ വിഷയം പറയുമ്പോഴാണ് ഇബ്നു ഹജർ തങ്ങൾ അലാമാ ഖീല എന്ന് പറയാറുള്ളത്. 17ഓളം സ്ഥലത്ത് തഫ്സീൽ അലാമാ ഖീല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അലാമാ ഖീല എന്ന ഒരു വാചകം ഫിഖഹിന്റെ കിതാബുകൾ അറിയാത്ത എസ്കക്കാരുടെ മുമ്പിൽ വന്നിട്ട്, അതുപോലെ ഇസ്തിലാഹ് അറിയാത്ത എസ്കക്കാരുടെ മുമ്പിൽ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു പോകാം എന്ന് മനസ്സിലാക്കിയാൽ അത് നടക്കൂല. അതുകൊണ്ടാണ് ഞാൻ കോഴിക്കോട്ട് വെച്ച് പറഞ്ഞത് കിതാബും എടുത്തു തരണോ.
കിതാബും എടുത്ത് വന്നിട്ട് വേണം ചർച്ച ചെയ്യാൻ എന്ന് പറയാൻ കാരണം ഇതുപോലെ വേറെയും ധാരാളം സ്ഥലങ്ങളുണ്ട്. മീശ പൂർണ്ണമായി വടിച്ചു കളയുന്ന കറാഹത്താണ്. ദുബൈയിൽ വേറൊരു സ്ഥലം മീശ പൂർണ്ണമായി വടിച്ചു കളയുന്ന കറാഹത്താണ്. അത് തീരെ പറിച്ചെടുത്ത് കളയുന്ന കറാഹത്താണ്. പൂർണ്ണമായി വടിച്ചെടുത്ത് കളയുന്ന കറാഹത്താണ്. വടിച്ചു കളയുന്നത് കറാഹത്താണോ എന്നതിൽ തർക്കം നടന്നിട്ടുണ്ട്. അങ്ങനെ വന്നതായി സഹീഹായി ഹദീസിൽ വന്നതുകൊണ്ട് അതുകൊണ്ടാണ് 3 പണ്ഡിതന്മാർ 3 മദ്ഹബിന്റെ പണ്ഡിതന്മാർ വടിച്ചു കളയണം എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ ഉടനെ 3 മദ്ഹബിന്റെ ഇമാമികൾ അങ്ങനെ പറഞ്ഞു എന്ന് പറയപ്പെട്ടതനുസരിച്ച് ഉപര അംഗീകരിക്കില്ല. മദ്ഹബിന്റെ ഇമാമികൾ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഇവരെ അത് അംഗീകരിക്കുന്നില്ല. എന്നിട്ട് മഹാനവർ അതിനെ വിമർശിക്കാൻ അലാമാഖീല തന്നെ മാഖീല ശരിയില്ല എന്നുള്ളത് വിമർശിക്കാൻ വല്ലദീ ഫീ മുഗ്നിൽ ഹനാബിലത്തി അന്നഹു മുഖയ്യിറുൻ ബൈനഹു വബൈനൽ ഖസ്ഇ അന്നഹു മുഖയ്യിറുൻ ബൈനഹു വബൈനൽ ഖസ്ഇ. ഹംബലി മദ്ഹബിലെ മുഗ്നിയിൽ പറയുന്നത് വെട്ടലും ആകാം വടിക്കലും ആകാം എന്നാണ്. വടിക്കൽ വേണം എന്ന് അല്ല. അതുകൊണ്ട് 3 മദ്ഹബിന്റെ ഇമാമികളും വടിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞത് ശരിയല്ല. വനഖല സഹാബി വൻ മദ്ഹബി അബീ ഹനീഫ വസാഹിബിഹി വസുഫർ അന്ന ഇസ്ഫാഅഹു അഫ്ളു മിൻ ഖസ്ഇഹി. ഹനഫി മദ്ഹബ് ഉദ്ധരിക്കുന്ന സ്ഥലത്ത് സഹാബി റളിയല്ലാഹു അൻഹും അതേ മീസ വടിക്കണം എന്നല്ല പറഞ്ഞത്, മറിച്ച് മീസ അവിടെ ഉണ്ടാകട്ടെ എന്നാ പറഞ്ഞത്. അപ്പൊ അലാമാഖീല എന്ന് പറഞ്ഞത് അത് അംഗീകരിക്കുന്നില്ല, അഥവാ സഹീഹായ നിലയ്ക്ക് വന്നിട്ടില്ല എന്നതിനാണ് അലാമാഖീല ഉപയോഗിക്കുന്നത്. ഇവിടെയും സഹീഹായ സനദ് കൊണ്ട് വന്നിട്ടില്ല, പക്ഷേ നബി തങ്ങളുടേതാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെ പറയപ്പെടുന്ന സ്ഥിതിക്ക് അത് ശഅറത്തുൻ ശരീഫത്തുൻ, അത് മഹത്വമുള്ള മുടിയാണെന്ന് വിശ്വസിക്കുകയും കരുതുകയും ആ നിലക്ക് കൈകാര്യം ചെയ്യുകയും വേണം എന്നാണ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. ഇത് അലാമാഖീൽ എന്ന മാനറിനൂടാത്ത പാവ എസ്കർട്ടാകെ മുമ്പിൽ വന്നിട്ട് പൈസി അവരൊട്ടാകെ തെറ്റിദ്ധരിപ്പിച്ചു. അതാണ് സംഭവം ഉണ്ടായത്. അതുകൊണ്ട് ആ കാര്യം കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഒരു കാര്യം പറയാനുള്ളത്, കിതാബിന് എന്ത് പറഞ്ഞു എന്ന് അറിയുന്ന ആലിമീങ്ങൾ അവരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേതൃത്വം നൽകുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്ന മഹാനായ താജുൽ ഉലമ ഉള്ളാത്തങ്ങൾ അവർകളാണ്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദ്, എം.എ. ഉസ്താദ്, ചിത്താരി ഉസ്താദ് തുടങ്ങി ഈ സ്റ്റേജിലിരിക്കുന്ന ഈ ഉസ്താദർക്കും ബഹുമാനപ്പെട്ട സയ്യിദന്മാർ അടക്കമുള്ള മഹാന്മാർ, ആ ആളുകൾ നേതൃത്വം കൊടുക്കുന്ന സുന്നത്ത് ജമാഅത്തും സമസ്തയും അവർക്കറിയാം കിതാബുകളിൽ എന്ത് പറഞ്ഞിട്ടുണ്ട് എന്നവർക്കറിയാം. അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ പോകുന്ന വഴിക്ക് അതേ മാർഗത്തിൽ പോയി നിങ്ങൾക്ക് നല്ല നല്ല പരിപാടികളാണ്. ഷിയാക്കളുടെ പരിപാടി പോവാ, പിന്നെ അതുപോലെ തന്നെ സോൾഡാറ്റിന്റെ പരിപാടി പോവാ, ജമാഅത്ത് ഇസ്ലാമിന്റെ ഖുർആൻ പരിഭാഷ അത് മൗദൂദി എഴുതിയാൽ അത് വിവർത്തനം ചെയ്യാൻ വേണ്ടി അതിന്റെ പരിപാടി പോവാ. അങ്ങനത്തെ പരിപാടിയായിട്ട് നിങ്ങൾ അങ്ങനെ പോയിക്കോ. സുന്നത്ത് ജമാഅത്തിന്റെ കാര്യം ഇൻഷാ അല്ലാഹ് SYS പറഞ്ഞോളും, SSF പറഞ്ഞോളും, ഞങ്ങളെ സമസ്ത പറഞ്ഞോളും, ഞങ്ങളെ SMA പറഞ്ഞോളും, ഞങ്ങളെ സംഘടനകൾ പറഞ്ഞോളും. നിങ്ങൾ സുന്നത്ത് ജമാഅത്ത് പറയാൻ വരണ്ട. ഇത് മാത്രമേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ വേറെ എന്തും നിങ്ങൾക്ക് പറഞ്ഞതിന് കുഴപ്പമില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഏതെല്ലാം കക്ഷികളെ വിമർശിക്കേണ്ടത് ഞാൻ പൂനൂരിലെ പ്രസംഗത്തിൽ പറഞ്ഞു. മുഖ്യമന്ത്രിനെ വിമർശിക്കുന്നു, അത് വിമർശിച്ചോളൂ. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെ വിമർശിച്ചോളൂ. ഇനി അല്ലാത്ത ആളെ വിമർശിച്ചോളൂ. നിങ്ങൾക്ക് എല്ലാവരെയും പറയാം. അതിനും ഞാൻ കൂടി യാതൊരു വിരോധമില്ല. ഞങ്ങൾക്ക് വിഷയം സുന്നത്ത് ജമാഅത്ത് നിങ്ങൾ പറയരുത്. സുന്നത്ത് ജമാഅത്ത് പറയാൻ ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകൾ ഉണ്ട്. ഇതേപോലെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയിൽ സംഘടനാ നേതൃത്വം അത് സുന്നത്ത് ജമാഅത്ത് എവിടെ പറയണം, എപ്പോൾ പറയണം, എങ്ങനെ പറയണം, അത് സംഘടനാ നേതൃത്വത്തിനറിയാം. അവരത് പറയേണ്ടതുപോലെ പറയും. അവിടെയും നേരത്തെ ഞാൻ കോഴിക്കോട്ട് വെച്ച് സൂചിപ്പിച്ചതുപോലെ കൊന്ത്രൻ പല്ലുകൾ രംഗത്ത് വരാൻ പാടില്ല. ഞാൻ മുമ്പ് ഈ സ്റ്റേജിൽ വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. കൊന്ത്രൻ പല്ലുകൾ വന്നാൽ പറിച്ചു മാറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. കൊന്ത്രൻ പല്ലുകൾ വരാൻ പാടില്ല. അന്ന് ഇവിടെ ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതാണ്, ഒരു മാസികയെ സംബന്ധിച്ച് കോഴിക്കോട്ട് എന്ന് പറയാണ്, ഇപ്പൊ നിങ്ങൾ എന്താണ് സെൻസിങ്ങിനെ തള്ളി പറയുന്നത്? സെൻസിങ്ങിനെ ഞങ്ങൾ മുമ്പേ തള്ളി ഇവിടെ വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ മുൻ പ്രസംഗത്തിലുണ്ട്, എടുത്തു നോക്ക്. ഇവിടെ വെച്ച് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഞാൻ അതിൽ പറഞ്ഞത് തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ചിത്രം തലകീഴാക്കി കൊടുത്തതിനെതിരെ ഞാൻ ശക്തിയായി പ്രസംഗിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം സയ്യിദന്മാരെ നിന്ദിക്കുന്നത് സുന്നത്ത് ജമാഅത്തിനെതിരാണ്. ഏത്
പാർട്ടിയായിരുന്നാൽ, ആലിമീങ്ങളെ നിന്ദിക്കുന്നത് സുന്നത്ത് ജമാഅത്തിനെതിരാണ്. അത് ഏത് പാർട്ടിയായിരുന്നാലും. അപ്പൊ ആലിമീങ്ങളെയും സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളെയും ആദർശങ്ങളെയും ശിആറുകളെയും ആധാറുകളെയും ഒക്കെ വിമർശിക്കുക എന്നത് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ ശൈലിയാണ്. നിന്ദിക്കലും അവഹേളിക്കലും സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ ശൈലിയാണ്. അതുകൊണ്ട് തന്നെ അത് ഏത് മാസികയായിരുന്നാലും സയ്യിദന്മാരെ തലതിരിച്ചു കൊടുത്തിട്ട് തല വളർന്നു കൊടുക്കുക, ഞങ്ങൾക്കത് അംഗീകരിക്കാൻ കഴിയില്ല. അതുപോലെ അത് ഏത് കക്ഷി എന്നതല്ല, കക്ഷിത്വമല്ല ഇവിടെ, ദീന. കക്ഷിത്വമല്ല, ഗ്രൂപ്പിസമല്ല, ദീന. നിങ്ങൾ ഈ പറയുന്നത് ദീന, ഗ്രൂപ്പിസമല്ല. അങ്ങനെ ഒരു സങ്കുചിത മനസ്ഥിതി, സംഘടനാ സങ്കുചിതത്വം വെച്ചുകൊണ്ടല്ല സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ നിങ്ങൾ പറയാറുള്ളത്. മറിച്ച് സുന്നത്ത് ജമാഅത്ത് ഹഖായി പറയുക. അപ്പുറത്ത് ആരും നോക്കിയിട്ടല്ല. അപ്പുറത്ത് മുജാഹിദായാലും ജമാഅത്ത് ഇസ്ലാമി ആയാലും ാലും ഇനി ഷിയാക്കളായിരുന്നാലും വേറെ കക്ഷികളായിരുന്നാലും പിഴച്ചവരെല്ലാം പിഴച്ചവർ തന്നെയാണ്. അതേസമയത്ത് ഹക്ക് മുറുകെ പിടിച്ചവരെല്ലാം ഹക്ക് മുറുകെ പിടിച്ചവരാണ്. ആ ഹക്ക് മനസ്സിലാക്കാനുള്ള മാനദണ്ഡം മഹാന്മാരായ ഇമാമിങ്ങളുടെ കിതാബുകളാണ്. ആ കിതാബുകൾ അവലംബിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് പറയുന്നു. ദീൻ പറയുമ്പോൾ ആ ദീൻ പറയുന്നതിനും എവിടെ എപ്പോൾ എങ്ങനെ എന്നതിന് നയങ്ങളും രൂപങ്ങളും ഉണ്ട്. അതാണ് നമ്മുടെ നേതാക്കൾ നമ്മളോട് നേരത്തെ ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് പറഞ്ഞു, ചീത്ത പറയാൻ ഞങ്ങൾ അനുവദിക്കൂല എന്ന് പറഞ്ഞു. ചീത്ത പറഞ്ഞാൽ ആകാശം കുടിഞ്ഞു കുഞ്ഞു വീഴ്ത്തല്ല. അത് നമ്മുടെ നയം അല്ല, അത് നമ്മുടെ നയം അല്ല, അത് നയങ്ങളുണ്ട്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബുഖാരിയിൽ നിങ്ങൾക്ക് കാണാം, ബാബു തർക്കി ബഅദുൽ ഇഖ്തിയാർ. ചില സംഗതികൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിലരോട് പറഞ്ഞിട്ടില്ല, ചിലത് ചെയ്തിട്ടില്ല. എന്തായിരുന്നു കാരണം? അതിന് കാരണം അത് ഉൾക്കൊള്ളാൻ മാത്രം അവർ വളർന്നിട്ടില്ല, അതുകൊണ്ട് അത് ചെയ്തിട്ടില്ല. എനിക്ക് വിശദീകരിക്കാൻ ഇവിടെ സമയം ഇല്ല, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കഅബ ശരീഫിൽ ഞാൻ 2 വാതിൽ വെക്കുമായിരുന്നു ആയിഷ. കഅബ ശരീഫ് ഞാൻ ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ തറയുടെ മേലെ പുതുക്കിപ്പണിയുമായിരുന്നു ആയിഷ. നിന്റെ ആളുകള് ചിലർ ഇന്ന് രാവിലെ ഇസ്ലാമിൽ വന്നവരും ഇന്ന് വൈകുന്നേരം വന്നവരൊക്കെ ഉണ്ട്. അവരുടെ മുമ്പിൽ ഞാൻ പണിക്ക് പോയാൽ നേരത്തെയുള്ള പ്രവർത്തകന്മാരായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലത്തവർക്കൊന്നും ഒരു സംശയം ഉണ്ടാവില്ല. പക്ഷെ ഇന്ന് രാവിലെ വന്നവരും ഇന്ന് വൈകുന്നേരം വന്നവരൊക്കെ അവരോട് എതിരാളികൾ പറയും, കണ്ടോ മുഹമ്മദ് കളിച്ച് കാബങ്ങളെ കളിച്ചു എന്ന് പറയും. അപ്പൊ ചെറിയ സംശയം വരും. ആ സംശയം ഉണ്ടാകണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ കഅബക്ക് 2 വാതിൽ വെക്കാത്തത്, കഅബ ഞാൻ ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ തറയുടെ മേലെ പണിയാത്തത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി തെളിവ് ധരിക്കുകയാണ്. എല്ലാവരോടും എല്ലാം എപ്പോഴും പറയാനുള്ളതല്ല, പറയേണ്ട സ്ഥലത്ത് പറയേണ്ടതുപോലെ പറയേണ്ട രൂപത്തിൽ പറയണം. അത് കിതാബുൽ ഇൽമിൽ ഇമാം ബുഖാരി പ്രത്യേകം എടുത്ത് ധരിച്ചത് എന്തിനാണ്? അത് ഞങ്ങൾക്ക് ഉസ്താദുമാർ ഓതി തന്നിട്ടുണ്ട്. ഇപ്പോൾ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഞങ്ങളത് ഞങ്ങളുടെ കുട്ടികൾക്ക് ഓതി കൊടുക്കുന്നുമുണ്ട്. അത് പഠിച്ചിട്ടാണ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് നയങ്ങളും ആ നയങ്ങളനുസരിച്ച് ആ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടേ. അവിടെ പിന്നെ കൊന്ത്രംപല്ലുകൾ മുളക്കാൻ പാടില്ല. അതുപോലെ തന്നെ സംഘടനയുടെ കാര്യം വേറൊരാൾ ഏറ്റെടുക്കാൻ പാടില്ല. ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. ഞാൻ കോഴിക്കോട്ടെ പ്രസംഗത്തിൽ പറഞ്ഞു, കാന്തപുരം ഉസ്താദിന് പ്രൊട്ടക്ഷൻ നൽകാൻ, മർക്കസിന് പ്രൊട്ടക്ഷൻ നൽകാൻ, ദേവബാറക്കിന് പ്രൊട്ടക്ഷൻ നൽകാൻ ഫിത്നക്കാരും രംഗത്ത് വരേണ്ടതില്ല. അതിലൂടെ SYS ഉണ്ട്, SSF ഉണ്ട്, ഞങ്ങളുടെ സംഘടനയുണ്ട്, ധാരാളം അതിന് മതിയായതാണ് എന്ന് ഞാൻ കോഴിക്കോട്ട് വെച്ച് പറഞ്ഞു. അതിനെ സംബന്ധിച്ച് ഈ വിമർശകർ എന്താ പറഞ്ഞറിയോ? അങ്ങനെ വ്യക്തികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന പരിപാടിയൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾ ആശയത്തിന് പ്രസ്ഥാനത്തിന് മാത്രമേ കൊടുക്കുള്ളൂ. ശരിയാണ്, അങ്ങനെയാണ് അദ്ദേഹം ഞങ്ങളൊക്കെ പുറത്താക്കി. അങ്ങനെയാണ് നിങ്ങൾ പ്രസിഡന്റിന് പുറത്താക്കിയത്. ഞങ്ങൾക്ക് അങ്ങനത്തെ ഗതികേടുണ്ടായിട്ടില്ല എന്ന് ആദ്യം പറയാം. ഞങ്ങള് അങ്ങനത്തെ ഒരു ഗതികേട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. രണ്ടാമതായി ഞാൻ പറയുന്നു, വ്യക്തികളിലൂടെയാണ് ഇവിടെ പ്രസ്ഥാനം മുഴുവനും വളർന്നത്. അതാണ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് അംഗീകരിച്ചതിന് ശേഷമാണ് നിസ്കാരം, അത് അംഗീകരിച്ചതിന് ശേഷമാണ് നോമ്പ്, അത് അംഗീകരിച്ചതിന് ശേഷമാണ് സക്കാത്ത്. വ്യക്തികളിലൂടെ തന്നെയാണ് ഇവിടെ പ്രസ്ഥാനം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പ് വ്യക്തികളിലൂടെയാണ്. അതിന് അർഹരായ വ്യക്തികൾ കൈകാര്യം ചെയ്യാൻ മഹാനായ താജുൽ ഉലമ സമസ്തയുടെ പ്രസിഡന്റാകാൻ അർഹതയുള്ള വ്യക്തിയാണ്. ശൈഖുനാ കാന്തപുരം ഉസ്താദ് ജനറൽ സെക്രട്ടറി ആകാൻ അർഹതയുള്ള വ്യക്തിയാണ്. അങ്ങനെ ഞങ്ങളുടെ നേതാക്കളെല്ലാം അതിന് അർഹതയുള്ള വ്യക്തികളാണ്. അവരുടെ വ്യക്തിത്വം നിലനിർത്തിയാലേ സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിൽക്കുകയുള്ളൂ എന്ന ബോധവും ഞങ്ങൾക്കുണ്ട്. നിങ്ങളെ കൂട്ടത്തിൽ അങ്ങനത്തെ ഒറ്റ വ്യക്തിയും ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് പരിഗണിക്കാൻ സാധിക്കുന്നില്ല. അൽഹംദുലില്ലാഹ് എന്ന് വേണമെങ്കിൽ ഞങ്ങൾ പറയാം, അല്ലെങ്കിൽ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാം. ഇത്രയേ അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എല്ലാവരോടും പറയാനുള്ളത്, നമുക്കെല്ലാവർക്കും ഒരു മരണമുണ്ട് എന്ന ബോധം വേണം. ആ മരണം മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഏത് വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ. ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള വിഷയം അല്ല. നമ്മൾ
അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മാത്രം നമ്മുടെ പ്രവർത്തനങ്ങൾ നടത്തണം. നമുക്ക് മരണമുണ്ട് എന്ന ബോധത്തോടുകൂടി നമ്മുടെ പ്രവർത്തനങ്ങൾ നടത്തണം. അല്ലാഹു ജല്ല ജലാലുഹു അവൻ പൊരുത്തപ്പെട്ട വഴിയിൽ ജീവിച്ച് അവൻ പൊരുത്തപ്പെട്ട വഴിയിലായി മരിച്ച് നമുക്കെല്ലാവർക്കും സാലിഹീങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അർഹമർ റഹീമിനായ റബ്ബേ, ഞങ്ങളുടെ മജ്ലിസുകൾ ഈ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനേ. ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും നിന്റെ പൊരുത്തത്തിലാക്കണം റഹ്മാനേ. ഓ സഹോദരന്മാരെ, ഇവിടെ മരണപ്പെട്ടു പോയ പലരുടെയും ദുആ ചെയ്യാൻ വേണ്ടി പലർക്കു വേണ്ടിയും ദുആ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഇന്നലെ ദുബായിലിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു, കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു പോയ വിവരം പറഞ്ഞു. വേറെ ഒരാള് അതാ ഹജ്ജിന് വേണ്ടി ഇഹ്റാം കെട്ടിയതിനു ശേഷം മരിച്ചുപോയ വിവരം പറഞ്ഞു. അല്ലാഹുവേ, ഞങ്ങളുടെ മരിച്ചുപോയ മുഴുവൻ ആളുകളെ ഖബറും നീ സന്തോഷത്തിലാക്കണം റഹ്മാനേ. നമ്മളെല്ലാവരും മരിക്കുന്നവരാണെന്ന ബോധം വേണം. ഇത് നമുക്ക് തമാശ പറയാനും കളിക്കാനും ചിരിക്കാനുമുള്ള വിഷയമല്ല. നമ്മളെ ഈമാൻ സലാമത്തായി മരിക്കാനുള്ള വിഷയമാണ്. ആഖിറത്തിൽ ഓരോ കാര്യങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. ചോദ്യം ചെയ്യപ്പെടാത്ത ഒരൊറ്റ മനുഷ്യനും ഇല്ല. ചോദ്യം ചെയ്യപ്പെടാത്തവൻ അല്ലാഹു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഏത് വാക്ക് സംസാരിക്കുമ്പോഴും ഏത് വിഷയത്തിൽ ഇറങ്ങുമ്പോഴും ഏത് വിഷയത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോഴും അത് അല്ലാഹുവിങ്കിൽ അംഗീകരിച്ച് കിട്ടണം എന്ന ബോധത്തോടുകൂടി ആയിരിക്കണം നമ്മുടെ സംഘടനാ പ്രവർത്തനം എന്ന് മുഴുവൻ സംഘടനാ പ്രവർത്തകരോടും എന്നോടും വസിയ്യത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ വിരൽത്തുമ്പുകൾ നഗ്നതയുടെ കഥ പറയുമ്പോൾ, കർണപുടങ്ങൾ മ്യൂസിക്കിൽ ലയിക്കുമ്പോൾ, തികഞ്ഞ ചിത്രങ്ങൾ ഇക്കിളിപ്പെടുത്തുമ്പോൾ, ആത്മീയ വീഥിയിലൂടെ വഴി നടത്താൻ വെബ്സൈറ്റ് യുഗത്തിലേക്കൊരു പുത്തൻ കാൽവെപ്പ് www.hubburrasool.net